ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈസ്റ്റർ സ്പെഷ്യൽ വട്ടയപ്പമാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അതിനായി ഒരു ഗ്ലാസ് അരിയെടുത്ത് അത് നന്നായി കഴുകിയതിന് ശേഷം ഒരു 2 മണിക്കൂർ കുതിരാനായിട്ട് വെക്കുക. അത് കഴിഞ്ഞ് ഈ അരി ഒരു അരിപ്പയിലേക്കിട്ട് അതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് ഊറ്റിയെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി അരച്ചെടുക്കുക. ഇനി നമുക്ക് കപ്പി കാച്ചാം. അതിനായി ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ മാവും 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം സ്റ്റൗ കത്തിച്ച് ഇത് നന്നായി കുറുക്കിയെടുക്കുക. ഈ ബാറ്റർ തണുത്തതിന് ശേഷം ഒരു മിക്സിയിലേക്ക് ഈ ബാറ്ററും 1/2 കപ്പ് തേങ്ങയും 1/2 ടീസ്പൂൺ ഈസ്റ്റും പിന്നെ 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര പഞ്ചസാര എടുക്കാവുന്നതാണ്. 1/4 കപ്പ് വെള്ളവും 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ അരച്ച് വെച്ച ബാറ്ററിലേക്ക് ഇതും കൂടെ ചേർത്ത് നന്നായി ഇളക്കി മൂടി വയ്ക്കുക. ഞാനിത് തലേദിവസം തന്നെ അരച്ച് വെച്ച് പിറ്റേ ദിവസമാണ് ഇതെടുത്ത് ഉണ്ടാക്കുന്നത്. അതിനായി വട്ടത്തിലുള്ള ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് തേച്ചതിന് ശേഷം വട്ടയപ്പത്തിൻ്റെ ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഡെക്കറേഷന് വേണ്ടി കുറച്ച് മുന്തിരികൾ കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഒരു ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇതിറക്കി വെച്ച് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇട്ട് ഇത് വേവിച്ചെടുക്കാവുന്നതാണ്. തീ ഓഫാക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് ആറാനായിട്ട് വെച്ചതിന് ശേഷം നമുക്കിത് ഇളക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ തന്നെ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം ഇത് എത്ര സോഫ്റ്റ് ആണെന്ന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. താങ്ക് യു ഫോർ വാച്ചിങ്.